ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു മാംഗോ പിക്കിളാണിത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ആ മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. പിന്നെ അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. വെള്ളത്തിൻ്റെ അംശമെല്ലാം ഇത് വേഗം കേടുവന്ന് പോകില്ലേ, അതുകൊണ്ടാണ് ഞാൻ നല്ലോണം ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുത്തത്. ഇനി നമുക്കിതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. അങ്ങനെ ഞാൻ ആ മാങ്ങ മൊത്തം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കഷ്ണങ്ങളാക്കിയ മാങ്ങ ഒരു ബൗളിലേക്ക് മാറ്റണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, പൊടിയുപ്പും യൂസ് ചെയ്യാം. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് കല്ലുപ്പ് ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തു. കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഏകദേശം 1 മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ എത്ര നേരം വെക്കുമ്പോൾ അതിൽ നിന്ന് ഉപ്പിലുള്ള വെള്ളമെല്ലാം വന്നോളും, അതിൽ താനേ വെള്ളം വന്നോളും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇതിൽ മെയിനായിട്ടാണ് നമ്മൾ കുറേ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പച്ചമുളകും ഇഞ്ചിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതുമാണ്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം മാങ്ങയിലേക്ക് ചേർക്കാം. ഇപ്പം മാങ്ങയിൽ കുറച്ച് ആ കല്ലുപ്പെല്ലാം കുറച്ച് അലിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലക്കൂട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് ഉലുവപ്പൊടിയും കടുകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ഇളക്കി പിന്നീട് നമ്മൾ തൊലി കളഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. അത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോർമൽ മുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതിൽ ആ വെള്ളത്തിൻ്റെ നീരെല്ലാം കുറച്ചുണ്ടായിരുന്നു. എല്ലാ മസാലയും ചേർത്തപ്പോൾ അത് കുറഞ്ഞു. എന്നാലും കുറച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 hour മൂടി വെച്ചാൽ
കുറച്ചും കൂടെ അതിൽ വെള്ളത്തിൻ്റെ അംശം വന്നോളും. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 an hour മൂടി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ച് ഇടുന്നൊന്നുമില്ല. അതിന് പകരമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. നല്ലെണ്ണ നന്നായി ഒന്ന് ചൂടാവണം. ചൂടായിട്ട് തണിഞ്ഞതിന് ശേഷം ഈ പിക്കിളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കടുക് പൊട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത് 1/2 an hour കഴിഞ്ഞിട്ട് നോക്കിയതാണ്. കുറച്ചും കൂടെ ഒന്ന് വെറ്റായിട്ടെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിതിന് നല്ലൊരു ഭരണിയിലേക്കാണ് ഞാനിപ്പോൾ മാറ്റുന്നത്. ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല. നന്നായി തുടച്ച് വെള്ളം എല്ലാം കളഞ്ഞ് നീറ്റായിട്ടുള്ളൊരു ഭരണിയിലേക്ക് മാറ്റി കൊടുക്കണം. ഭരണിയോ ഗ്ലാസ് ബൗളോ എന്തായാലും കുഴപ്പമില്ല. പിക്കിളെല്ലാം ഭരണിയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഞാനിതിലേക്ക് കുറച്ച് ചേർത്തതാണ്. പിന്നെ വേഗം കേടുവന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടെ ചേർത്തതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചൂടാക്കി തണിച്ച് വെച്ചിട്ടുള്ള നല്ലെണ്ണയില്ലേ, അത് ഈ പിക്കിളിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി മൂടി വെച്ച് ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായി സെറ്റായിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2-3 ആഴ്ച വരെ പുറത്ത് വെക്കാൻ പറ്റും, കേടൊന്നും വരില്ല. അതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് കേടുവരുള്ളൂ. അല്ലാണ്ട് ഇത് പെട്ടെന്നൊന്നും കേടുവരില്ല. ഇത് നന്നായി സെറ്റായി കഴിഞ്ഞാൽ അടിപൊളി പിക്കിളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ബൈ.